ഒരു കാലത്ത് രാജ്യം ആദരിച്ച യൂണിഫോമും ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരുപാട് നല്ല സിനിമകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന നല്ല സിനിമകൾ നമുക്ക് മലയാളികൾക്ക് തന്നെ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്ന മേജർ രവിയെ പോലെയുള്ള മനുഷ്യർ ഇന്ന് BJPക്ക് വേണ്ടി ഡൽഹിയിൽ ദാസ്യപ്പണിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ബുദ്ധിയുള്ള മനുഷ്യർ പലപ്പോഴും BJPയിൽ എത്തിപ്പെടുന്ന സമയത്ത് ഇവരൊക്കെ ഏറ്റവും ബുദ്ധിയില്ലാത്ത ഏറ്റവും ബുദ്ധിശൂന്യരായ മനുഷ്യരായി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയുന്നതായിരിക്കും CJPയുടെ ആ സമരവും നീറ്റ് പരീക്ഷ ചോർന്നത് ആ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു പോയി. അതിനുവേണ്ടി വളരെയധികം ആത്മാർത്ഥമായ യുവാക്കൾ മുന്നോട്ട് വന്നു. അവിടെ ആ ജന്തർ മന്ദിറിൽ കൂടിയ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, നമ്മുടെ മക്കളുടെ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നാട് പോകുമ്പോഴേ എത്രമാത്രം പ്രയാസമാണ്. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ സമയത്ത് ഒരുപാട് നല്ല ബുദ്ധിമാന്മാരായ BJPയിൽ എത്തിപ്പെട്ടതിന് ശേഷം ഇവരേറ്റവും വലിയ വിഡ്ഢികളായി മാറുകയാണ്. മേജർ രവിയെ പോലെയുള്ള ആ മനുഷ്യനൊക്കെ എത്ര നല്ലൊരു മനുഷ്യനായിരുന്നു BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ എത്തിപ്പെടുന്നതിന് മുന്നേ. BJP എന്ന പാർട്ടിയിൽ എത്തിപ്പെട്ട പല മനുഷ്യരും സുരേഷ് ഗോപിയെ പോലെയുള്ള മനുഷ്യരൊക്കെ എത്ര നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു BJPക്കാരനായി മാറിയതിന് ശേഷം മറ്റുള്ളവർക്ക് ദേശസ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഈ യുവാക്കളാണ്. യുവാക്കൾ ഒന്നിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ CJP. മേജർ രവിയെ പോലെയുള്ള ആളുകൾ അതിന് കൂടെ നിൽക്കേണ്ട മനുഷ്യനാണ്. ഇവരൊക്കെ ഈ BJPയിൽ എത്തിപ്പെട്ടതിന് ശേഷം സ്വന്തം രാജ്യത്തിൻ്റെ രാജ്യസ്നേഹം, യഥാർത്ഥ രാജ്യസ്നേഹം എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മനുഷ്യരാണ്. ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJPയിൽ എത്തിപ്പെട്ടതിന് ശേഷം പല മേജർ രവിമാർക്കും ബുദ്ധി ഇല്ലാതാവുകയും യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ കുഴപ്പമല്ല അത്. കാരണം അവർക്ക് പക്വതയും ചിന്തിക്കാനുള്ള ബോധവും എല്ലാം ഉള്ള മനുഷ്യരാണ്. പക്ഷേ ഇവർക്കൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം ഒരു പാർട്ടിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിഡ്ഢികളും സമൂഹത്തെക്കുറിച്ചോ സാമാന്യ മനുഷ്യരെക്കുറിച്ചോ ചിന്തിക്കാൻ ബോധമില്ലാത്ത മനുഷ്യരായി മാറുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മേജർ രവിമാരോടൊക്കെ ചോദിക്കാനുള്ളത്, നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഭാവിയേക്കാൾ വലുതാണോ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിലുള്ള നിങ്ങളുടെ സ്വാധീനം? ആ പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ദാസ്യപ്പണിയെടുക്കാനും എത്ര നിലവാരം കുറഞ്ഞ പണിയെടുക്കാനും നിങ്ങൾ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത വളരെ ശോചനീയമായ അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യരുടെ പ്രശ്നമല്ല, ഈ പാർട്ടിയിൽ എത്തിപ്പെടുമ്പോൾ ഇവർ ഏറ്റവും ബുദ്ധിയില്ലാത്ത മനുഷ്യരും ആ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരു BJPക്കാരനോ ഒരു RSSകാരനോ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരാൾക്കും RSSകാരനോ സംഘ് പരിവാറോ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട. ഞങ്ങൾക്ക് ദേശസ്നേഹം നന്നായിട്ടറിയാം. ഒരിക്കലും അവരുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണക്കാരൻ്റെ ജീവിതം എന്താണെന്ന് പോലും അറിയാനോ ചിന്തിക്കാനോ കഴിയാത്ത ഒരു മന്ത്രിസഭയും അത്തരത്തിലുള്ള ഒരു പാർട്ടിയുമാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്നത് ഒരിക്കലും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP അല്ല, RSS ആണ് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയാം. RSS എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി നന്മ കാണിക്കാൻ കഴിയുക? ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യമാകാൻ വേണ്ടിയിട്ട് മാപ്പ് എഴുതി കൊടുത്തവരുടെ സംസ്കാരമുള്ളവർ നമ്മെ ഓരോ ഇന്ത്യക്കാരനെയും ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന, നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യങ്ങളോട് പോരാടുന്ന, ഭാവി തലമുറയ്ക്ക് വേണ്ടി പോരാടുന്ന ആ മനുഷ്യരെ എങ്ങനെയാണ് ഇവർക്ക് ദേശവിരുദ്ധരായി ചിത്രീകരിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ RSSും സംഘ് പരിവാറും BJPയും ഒരുപാട് ബുദ്ധിയുള്ള മനുഷ്യരെ യഥാർത്ഥത്തിൽ ഏറ്റവും ചാണകം മെഴുകി
അവരുടെ ഏറ്റവും നീചമായ എന്താ പറയുക, ആ മനുഷ്യർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ഏതൊരു മനുഷ്യനെടുത്ത് നോക്കി, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏതൊരു BJPയിൽ പ്രവർത്തിച്ച, RSSൽ പ്രവർത്തിച്ച, സംഘ് പരിവാർ പ്രവർത്തിക്കുന്ന ഏതൊരു നല്ല വിദ്യാഭ്യാസമുണ്ടായിരുന്ന മനുഷ്യന് ഇപ്പോൾ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. മേജർ രവി രാജ്യസുരക്ഷയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചുമാണ് അദ്ദേഹം നമ്മോട് പറയുന്നത്. യഥാർത്ഥത്തിൽ രാജ്യസുരക്ഷയും രാജ്യസ്നേഹത്തെക്കുറിച്ചൊന്നും ഇന്നത്തെ ഈ യുവാക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല. കാരണം രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തെ സമൂഹത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടിയിട്ടായിരുന്നു ജന്തർ മന്ദിറിൽ അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ BJPയുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം സമൂഹത്തോടോ ഈ യുവാക്കളോടോ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ പോലും മുന്നോട്ട് വന്നത്? യഥാർത്ഥത്തിൽ ഇതാണോ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? അതല്ലെങ്കിൽ ഇതാണോ ഒരു BJPയുടെ പ്രധാനമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? ഏതെങ്കിലും ഒരു മാധ്യമത്തിന് മുന്നിൽ വന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്താനോ, സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടോ? എപ്പോഴും അദ്ദേഹം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തും സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ആ മനുഷ്യൻ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല? യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട്, BJP എന്ന് പറയുന്ന ഒരു സുരക്ഷിത വലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നു എന്നല്ലാതെ അദ്ദേഹം ഈ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് അദ്ദേഹം സംസാരിച്ചത്? എൻ്റെ ഈ വീഡിയോ കാണുന്ന BJPക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉത്തരം പറയണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, CJP പോലത്തെ യുവാക്കളുടെ സംഘടനക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലെ BJP സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കഴിയും എന്ന് ഓരോ BJPക്കാരനും ഇനിയെങ്കിലും മനസ്സിലാക്കണം. ചില്ലിക്കാശിനു വേണ്ടി കാലുമാറുന്ന യുവ തലമുറയിലെ വിഡ്ഢികളായിട്ടുള്ള, ഏറ്റവും വലിയ കഴിവുള്ള, നല്ല പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ BJPയിൽ പോയിട്ട് ഇത്രയും വിഡ്ഢികളായി മാറുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. ഇവിടെ ഈ രാജ്യത്തെ യുവതലമുറ CJPയെ പോലെയുള്ള പാർട്ടികൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ BJP സർക്കാരിനെ പോലെയുള്ള ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതൊരു വിഷയത്തിനും അവർക്ക് നല്ല മനോഹരമായി ജനങ്ങളോട്, രാജ്യത്തിന് വേണ്ടി, ഭാവിയിലെ മനുഷ്യർക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടി അവർക്ക് സമരം ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ചതാണ്. ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇതിൻ്റെ താഴെ വന്ന് മെഴുകുന്ന കുറേ BJPക്കാരുണ്ടാവും. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ആ അർദ്ധരാത്രി, അദ്ദേഹം അർദ്ധരാത്രി പല ജനങ്ങൾക്ക് വേണ്ടി എന്താണ് നമ്മുടെ നോട്ട് നിരോധനം, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അല്ലേ? അദ്ദേഹം അർദ്ധരാത്രി പ്രത്യക്ഷപ്പെട്ട മനുഷ്യന് ഉറക്കമില്ലാതിരുന്നപ്പോഴേ അദ്ദേഹം അർദ്ധരാത്രി പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ, ഇന്ത്യയിലെ യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അർദ്ധരാത്രി പ്രത്യക്ഷപ്പെട്ട് എന്തൊക്കെയോ വിളിച്ചു പറയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഒരിക്കലും ഇവിടെ വിജയം എന്ന് പറയുന്നത് യുവാക്കളുടെ വിജയമാണ്. ഇന്ത്യ എന്ന് പറയുന്നത്, വരും തലമുറയുടെ ഭാവി ഇന്ത്യ എന്ന് പറയുന്നത് ഈ യുവാക്കളുടെ ഇന്ത്യ തന്നെയാണ്. ഒരിക്കലും ആ മനുഷ്യരെയായിരുന്നു വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും അത്തരത്തിൽ മുദ്ര കുത്തപ്പെട്ടത്. ചില ആളുകൾ അവർ പാകിസ്ഥാനിൻ്റെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം വളരെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അലിഗേഷൻസുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. അവരൊക്കെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യയിലെ വരും തലമുറയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി യുവാക്കളാണ്. അവർക്ക് വേണ്ടി പല മനുഷ്യരും നാനാഭാഗത്തു നിന്നും ഒന്നിച്ചപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ BJP സർക്കാരിൻ്റെ ചില മന്ത്രിമാരൊക്കെ പറഞ്ഞത് അവർ തീവ്രവാദികളാണ് എന്നാണ്. എങ്ങനെ ഇവർക്കൊക്കെ കഴിയും? യഥാർത്ഥ തീവ്രവാദികൾ RSS തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ആരാണ് RSSന് ഇന്ത്യ തീരെഴുതി കൊടുത്തിട്ടുള്ളത്? RSS ഇന്ത്യ ഭരിക്കുമ്പോൾ RSS നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത്
നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു സമൂഹത്തിന് വേണ്ടയോ നന്മയെക്കുറിച്ചോ എത്ര വിദേശ രാജ്യങ്ങൾ നന്മയെക്കുറിച്ചും നല്ലതിനു വേണ്ടിയിട്ടും പ്രവർത്തിക്കുമ്പോഴേ നമ്മുടെ രാജ്യത്ത് RSS നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP സർക്കാരിനോടും BJP അനുകൂലിക്കുന്നവരോടും BJPക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന നല്ല പ്രൊഫഷണൽ മേജർ രവിമാരോടും പറയാനുള്ളത് എന്താണെന്നറിയോ? നിങ്ങൾ നല്ലതിനു വേണ്ടി സംസാരിക്കാനും യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കാനും വേണ്ടി അവർക്ക് സപ്പോർട്ടായി നിങ്ങൾ മുൻപോട്ട് വരിക. നിങ്ങൾ ഈ ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുതന്നെയാണ് മേജർ രവിമാരെയും പേർളി മാണിക്യത്തിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥ. ഭരണകർത്താക്കളുടെ ഉറക്കം കെടുത്തുക തന്നെ ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ യുവാക്കളുടെ രോഷം അത് നമ്മുടെ ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയാം. മേജർ രവിയെ പോലെയുള്ള ആളുകളൊക്കെ BJPയിൽ പോയിട്ട് ഇത്തരം മെഴുകുന്നത് കാണുമ്പോഴേ മലയാളി എന്നുള്ള ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ലജ്ജ തോന്നുന്നുണ്ട് എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര നല്ല സിനിമകൾ ചെയ്തതാണ്. അദ്ദേഹവും ഇന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പാർട്ടിയിൽ എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും കോലവും എല്ലാം മാറി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ എന്തൊരു കാര്യവും അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് എത്ര വലിയ നാടകരൂപങ്ങളാണ്. ഒരു സിനിമയിൽ അഭിനയിച്ച് വലിയ കലാകാരനായിരുന്ന മനുഷ്യൻ ഒരു തെരുവ് നാടക സംഘത്തിലെ രൂപം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ രാജ്യത്തെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ അടിമപ്പണിയെടുക്കലല്ല എന്ന് ഇവരൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാവുമ്പോൾ വിദ്യാഭ്യാസ മേഖലകൾ കച്ചവടവൽക്കരിക്കപ്പെടുമ്പോഴേ ഇതിനൊക്കെ യുവാക്കളല്ലാതെ മറ്റാരാണ് മുന്നോട്ട് വരാനുള്ളത്? ഇത്തരം അന്ധമായ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ ഇത്തരം അന്ധമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ യുവാക്കൾക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. യുവാക്കൾ തന്നെയാണ് അതിന് മുന്നോട്ട് വരേണ്ടത്. കാരണം നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരുപാട് വയസ്സന്മാരായ വിഡ്ഢികളായ കുറേ ആളുകൾ ലോകം ഭരിച്ച് കുട്ടിച്ചോറാക്കുമ്പോൾ ഇനിയെങ്കിലും ഈ രാജ്യവും ലോകവും നന്നാവണം എന്നുണ്ടെങ്കിൽ യുവാക്കൾ മുന്നോട്ട് വരണം. നമ്മുടെ വരും തലമുറയുടെ ഭാവിയെയാണ് നാം സംരക്ഷിക്കപ്പെട്ടത്. ഇതിനെതിരെ ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും മേജർ രവിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ശോചനീയാവസ്ഥയാണ്. ആ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള പല സെലിബ്രിറ്റീസും ഇതിന് സപ്പോർട്ടുമായി വന്നപ്പോഴേ മേജർ രവിയെ പോലെയുള്ള ആളുകൾ ചെയ്തത് വളരെ മോശം എന്ന് തന്നെ പറയാം. CJP ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു? ഇത്തരം കപട രാഷ്ട്രീയത്തിൻ്റെ മുഖം പൊളിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിൽ 100% അവർ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. BJPയുടെ ഓരോ സമരതന്ത്രങ്ങളും ഒരു കൺകെട്ട് രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങളുടെ കപടമായ രാഷ്ട്രീയം. ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അവർ ചെയ്യുന്നത്? ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനും ബ്രിട്ടീഷുകാർ ചെയ്ത അതല്ലെങ്കിൽ മതം കുത്തിവെച്ചുകൊണ്ട് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് BJPയിലെ രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വരെ അതിന് സാധിച്ചിട്ടില്ല, ഇനിയൊട്ടും സാധിക്കുകയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വിഡ്ഢിവേഷം കെട്ടുക എന്നല്ലാതെ ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങളെപ്പോലെ വിഡ്ഢിവേഷം കെട്ടാൻ കിട്ടില്ല. ഇനിയെങ്കിലും അന്തമില്ലാത്ത മേജർ രവിമാരുടെ മൂട് താങ്ങുന്ന ആളുകൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തെ യുവാക്കളോടും കുട്ടികളോടും ഒരിത്തിരി പോലും കൂറില്ലേ? നിങ്ങളുടെ അതിമോഹങ്ങൾക്കും മോഹങ്ങൾക്കും വേണ്ടി എന്തിനാണ് നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷി വിറ്റഴിക്കുന്നത്? ഈ യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും BJPക്കാരെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞ് നല്ല സ്വബോധമുള്ള മനസ്സോടെ ഇനിയെങ്കിലും രംഗത്ത് വരാൻ ശ്രമിക്കുക. ഇനി അതല്ല എങ്കിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഇന്ത്യയിൽ തന്നെ ഇനി കാണുക പോലും ഇല്ല. കാരണം അത്രയ്ക്ക് ജനങ്ങൾ CJPയെ ഏറ്റെടുത്തു. കാരണം യുവാക്കളുടെ വേദന, യുവാക്കൾക്ക് വേണ്ടി, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടി അവർക്ക് പലതും ചെയ്യാൻ കഴിയും എന്ന് അവർ തെളിയിച്ചു.